നമ്മളിത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ആയിട്ട് വന്നേക്കാണ്. നമ്മുടെ ബെഡ്റോക്ക് എഡിഷൻ ക്രാഫ്റ്റ് മാൻ ഫിനലിസ്മോ ആണ് കളിക്കുന്നത്. നമ്മൾ വെറുതെ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് പക്ക ഗെയിമാണ് കേസ്, നല്ല കില്ലാടി ഗെയിമാണ് കേസ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് നമ്മുടെ മൊബൈൽ ഗെയിംസിൽ ക്രാഫ്റ്റ് മാൻ്റെ കില്ലാടി ക്രാഫ്റ്റ് മാൻ ഫൈനലിസ്മോ ആണ്. അതിൻ്റെ നിങ്ങൾക്ക് കയറണമെങ്കിൽ കയറാം. ഇതിൽ നമ്മുടെ ബൈപ്പാണ്ടാസിൻ്റെ ഷെയ്ഡറൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ലെറ്റ്സ് ഗോ. നമുക്ക് BT വേൾഡ് എന്ന് കൊടുക്കാം. പിന്നെ അഡ്വാൻസ്ഡ് സീഡ് വില്ലേജ് ഇട്ടു നോക്കാം. വില്ലേജിൽ ജനിച്ചാൽ മതി. എനിക്ക് വില്ലേജ് കിട്ടാനാണ് കേസ്. എന്താണേലും അല്ലേ, വില്ലേജ് ഉണ്ടായാലും ഇല്ലേ നമ്മൾ കയറി കളിക്കും. ഓക്കെ, എന്തെങ്കിലും നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും വില്ലേജ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വില്ലേജ് കിട്ടാണ് ഭാഗ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. രമ രമ മുകുന്ദ ടന 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 കത്തവണേ കണ്ണ കണ്ണ ഓടി കണ്ണ. ഓ സീന്. ഓ ഗൈസ്, നിങ്ങളില്ലേ വില്ലേജിന്ന് സീഡ് അടിച്ചു കൊടുത്തോട്ടോ. അപ്പം നമ്മൾ അയൻകുളം സീഡ് അടിച്ചു കൊടുത്താൽ അയൻകുളത്തിന് മാത്രം കിട്ടും. എടാ അണ്ണാ, എത്ര നാളായിടാ കണ്ടിട്ട് മോനെ. എടാ സീഡ്, എടാ ഗോളമേ നൊസ്റ്റാൾജിയ കണ്ടിട്ട് കുട്ടാ. എത്ര നാളായി ഇന്നെ ഞാൻ കണ്ടിട്ട്. ഓർമ്മയുണ്ടോ? ഈ മുഖം ഓർമ്മയുണ്ടോ? അയ്യോ അയ്യാ ശുഭ. ഓക്കെ, എന്താണെങ്കിലും ഞാൻ പിന്നെ ഗോളത്തിൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് ചത്തയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഗോളത്തിനെ അടിച്ചാൽ തിരിച്ചടിക്കുന്നുള്ള കാര്യം മറന്നുപോയി. ഓക്കെ, കംപ്ലീറ്റ്ലി ഞാൻ അതും ഇതും മറന്നുപോയി ഇരിക്കുകയാണ്. അതുകൂടാതെ നമുക്ക് നേരെ നമ്മുടെ നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക്, നമ്മുടെ പുതിയെണ്ണം ചെയ്യുന്ന പോലെ നമ്മൾ ഏത് ഗെയിമിൽ കയറിയാലും ആദ്യം പൊട്ടിച്ച ബ്ലോക്ക് നമ്മൾ എവിടെയാണ് ഇപ്പോൾ വെക്കുക? കിണർ. ഇത് അപ്ഡേഷൻ ആണോ അത് എൻ്റെ ഗെയിം ഗ്ലിച്ചാണോ? ഇങ്ങനെയല്ല അപ്ഡേഷൻ നടന്നാലും ഇത് ഇങ്ങനെ ഇത് പൊട്ടിച്ച് നോക്കാം. ഇതെന്താണ് ഇങ്ങനെ? എനിക്ക് അറിയൂടാ എന്താണെങ്കിൽ. എനിക്കൊന്ന് എൻ്റെ ഗെയിം ബഗ്ഗായിട്ടുണ്ടാവും. ചിലപ്പം എൻ്റെ ഗെയിം ബഗ്ഗായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ വില്ലേജിൽ വന്നുള്ളൊരു ഉപകാരം. ഓക്കെ, നമ്മൾ തിരിച്ച് നട്ട് വെക്കണം. അതാകുമ്പോൾ നമുക്ക് ഉപകാരം തന്നെയാണുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ വീറ്റും കളക്ട് ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ വീറ്റ് എടുക്കുക, തിരിച്ചും നട്ട് വെക്കാം. സെറ്റ്. ചിക്കനാ മഷ്റൂം. ഓക്കെ ഗൈസ്, ഇതെന്താ സംഭവം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വല്ലവർക്കും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഹെബേൽ ഐ നീഡ് സം ഹെബേൽ. നമ്മൾ ആദ്യം വില്ലേജ് വന്ന് എടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഹെബേലാണ്. കാരണം നമുക്ക് ഫുഡ് വേണം. അണ്ണാ എത്ര നാളാണ് കൂട്ടാ കണ്ടിട്ട്. അയ്യോ ഓളം തിരിഞ്ഞേക്കുക, അതുകൊണ്ട് കണ്ടില്ല. എടാ മുങ്ങിയോ? വീടിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നോളാ. ഒളിച്ചിരിക്കുന്നില്ല. നമുക്കൊരു ബെഡിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ രണ്ടല്ലേ അങ്ങോട്ട് പോയത്. അയ്യോ എടാ, ഒളിച്ചിരിക്കാ ധൈര്യമുണ്ട് കയറി വാടാ എന്നുള്ള ഡയലോഗ് ഞാൻ അടിക്കുന്നില്ല. രണ്ടറമേനാണ്. ഇത് കിണറിൽ വെക്കാനുള്ളതാണ്. നമുക്ക് എന്തായാലും എടുത്ത് വെച്ചേക്കാം. അതുകൂടാതെ നമുക്ക് ഇതും കളക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഹേബേൽ എടുക്കുക, പൊളിക്കുക, സെറ്റാക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഹേബേലെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ടോ? അത് നീ തന്നെ എടുത്തോ. ഇതെന്ത് ഇങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ഇവിടെ ഒരു ഡെർട്ട് സെൻറ്റർ എവിടെയാണ് ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് സെൻറ്റർ ഉണ്ടോ? ഇല്ല. എന്തായാലും ഇതിൻ്റെ പണ്ടക്ക് ഇവിടെ ഇത് വെച്ചേക്കും ഒരു ഓർമ്മയ്ക്ക്. ഓക്കെ, അത് ഞാൻ പൊട്ടിക്കില്ല. നമുക്ക് ബെഡുണ്ട്, ബെഡുള്ളതുകൊണ്ട് നമുക്ക് എടുക്കണ്ടാവും. ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ടോ മച്ചാനെ? ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരമാണ്. എന്തെങ്കിലുമൊക്കെ ലൂട്ട് കിട്ടുമല്ലോ അല്ലേ? ഇത് ലൂട്ടുള്ള വീടല്ലേ? അതെ. ഓക്കെ, ബ്രെഡ്, ആപ്പിളിങ് ആണെങ്കിൽ എടുത്ത് വെച്ചേക്കാം ഒരു അലങ്കാരത്തിൽ. എന്താ അങ്ങനെ? എന്തൊക്കെയോ അലങ്കാരം. ഓക്കെ,
എടാ എനിക്കിതിപ്പോൾ കളിക്കുമ്പോൾ എന്തോ ഭയങ്കര നൊസ്റ്റാൾജിയ കയറി വരുന്നതാണ്. ഭയങ്കര ഉത്കംക്ഷ എന്നൊക്കെ പറയില്ല, അതിങ്ങനെ കയറി വരുന്നുണ്ട്. എന്തായാലും ഇവിടെ നല്ല ഉപകാരമാണ്. അതാ വില്ലേജ്, പിന്നെ വാട്ടർ, എല്ലാ ആവശ്യത്തിനുള്ള സ്ഥലമാണ്. ചിലപ്പം വില്ലേജിൻ്റെ അടുത്ത് ഈ റൂയിൻ പോർട്ടൽ ഉണ്ടാവും. അത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കാം. അതിൽ ഇപ്പം എന്തായാലും നമുക്ക് ജസ്റ്റ് വീടൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അല്ല അടിച്ചു മാറ്റാൻ സാധനങ്ങളുണ്ടെങ്കിൽ അടിച്ചു മാറ്റി പോകുന്നതാണ്. മറ്റേ ജോലിക്കാരൻ, അതാ ഈ മച്ചൻ വേണ്ട, ഇനി പറ. പന്നിയുണ്ട്, കുതിരയുണ്ട്, വീണ്ടും കുതിരയുണ്ട്. ഇതിനകത്ത് ചാടി കിട്ടിയ കുതിരയുണ്ട്. ബുക്കോ അത് അവിടെ തന്നെ ഇരുന്നോട്ട് ചില പ്രാവശ്യം വരും. എൻ്റെ ബെഡിന് ഒരു മഞ്ഞ കളർ, എൻ്റെ ഫേവറേറ്റ് കളർ മഞ്ഞയാണ്. നോ സീനവർ, നമ്മൾ മഞ്ഞ കൊടുക്കുന്നു. നല്ല കൊഞ്ചി കൊഞ്ചി പറഞ്ഞ മഞ്ഞ. ഇതൊക്കെടാ മഞ്ഞ കളർ ബെഡും കൈ പിടിക്കുമ്പോൾ റെഡ്. വൗ, സോ ടെക്നോളജിയ. ഓക്കെ, ആൻഡ് നമ്മൾ നമ്മുടെ ഹെബേൽ വീണ്ടും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. എന്ത് ചെളി പിടിച്ച പന്നിയാ എടാ, അത് നല്ല റിയലിസ്റ്റ് ആയല്ലോ. ഈ ഷെയറിൽ അങ്ങനെ ഇതാണ്ടായിരുന്നോ? ഇത് ഈ പന്നിക്കൊന്നും ചെളിയില്ല, കാരണം ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ ഇത് പുറത്ത് അലഞ്ഞു നടക്കുന്ന പന്നി, അതിന് പേര് ചെളി പോവൊക്കെ. ക്യൂട്ട് തന്നെ, അത് കൊള്ളാം. ആ ഒരു ആനിമേഷൻ കൊള്ളാം. അത് ഇച്ചിരി റിയലിസം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഫുള്ള് കുറേ റിയലിസം വേണ്ടി വരും. ഓക്കെ, അതൊരു യൂസാണ്. നമ്മുടെ മൈൻക്രാഫ്റ്റ് റിയലിസം ഒക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാനും ഒരു രസം ഉണ്ടാവും. പിന്നെ ഒരു നല്ല കില്ലാടിയായി മാറും മൈൻക്രാഫ്റ്റ്. അത് തന്നെ പറയാൻ വന്നു. ഓക്കെ, ഏബയിൽ ഒന്നുപോലും ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ബെഡും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ബേസ് സെറ്റ് ചെയ്യണം. നമ്മൾ വെറുതെ വില്ലേജേഴ്സിൻ്റെ ഇവിടെ തന്നെ മടിയും പിടിച്ച് ഇവിടെ തന്നെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കയ്യിലൊന്നും ഇല്ലേ? മനുഷ്യരാണ് നീയൊക്കെ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് ഈ വീടിൻ്റെ കാര്യം ഓർമ്മയില്ല. അതുപോലത്തെ ജോലിക്കാരൻ എത്ര വലിയ വീടാ. എന്നാലും ഒരു കാര്യമില്ല, ഒരു ലൂട്ട് പോലും, ഒരു പെട്ടി പോലും ഇല്ല. പിന്നെ പിന്നെ ഇങ്ങനെ സാധനങ്ങൾ സൂക്ഷിക്കുന്നല്ലേ. സ്വർണ്ണോ, അയ്യോ ചവൻ വയ്യ. ഓൾറെഡി വന്നത് ഒരു വട്ടം ചത്ത്, ഇനി വെറുതെ ഒന്നുകൂടി ചത്തിട്ട് വേണ്ട, വെറുതെ പണി വേണം. ഓക്കെ, നമുക്ക് പിന്നെ ഇല്ലേ വേറൊരു സംഭവം ചെയ്യാം. ഇതില്ലേ, ഇത് നമുക്ക് പിന്നീട് ഒരു ബിൽഡായിട്ട് കൂട്ടാം. അതായത് ഇങ്ങനെ ഒരു വലിയൊരു മാൻഷൻ പോലെ വെച്ചിട്ട് പിന്നീട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് വെക്കണം. അത് സെറ്റായിരിക്കും. എൻ്റെ ഒരു പേടി ഇത് എൻഡർമാൻ എടുത്തോണ്ട് പോകുന്ന നശിച്ചാൽ. ഓക്കെ, ഇവിടെ തന്നെ വീട് വെച്ചാലടാ, കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ്. ഇവിടെ വീട് വെക്കാല്ലേ? അല്ലെങ്കിൽ ഇവിടെ പുഴയില്ലേ? പുഴേൻ്റെ ഒരു കര നമ്മുടെ ആക്കിയാലോ? അതോ ഈ ഒരു കര? നല്ലൊരു ഐഡിയ കേട്ടോ. വഴിയുണ്ട്, പിന്നെ എന്താ സെറ്റ്. ഇതല്ലേ എൻ്റെ സ്ഥലം. ഓക്കെ, ആൻഡ് നമ്മളിനി ഇതൊരു കൊട്ടാരമാക്കി മാറ്റുന്നതായിരിക്കും സുഹൃത്തുക്കളെ. നമുക്കിനി പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചേക്കാം. പോട്ടെ ഗ്രാസ് പോട്ടെ. തന്നെ കളി തക്കാളി കളി. കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ? അവൾ കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ? അവൾ കൊഞ്ചി പറഞ്ഞ കഥ ഓക്കെ, നമുക്ക് അല്ലേ ഇതൊന്ന് ക്ലീനപ്പ് ആക്കിയിട്ട് ഒരു കുഞ്ഞ് ബേസ് തൽക്കാലത്തേക്ക്, പിന്നെ നമ്മളത് അപ്ഗ്രേഡൊക്കെ ചെയ്ത് വരും. എത്രയാ തീയതി? ഇന്ന് 27-ാം തീയതിയാണ് കേസൊക്കെ. ഇന്ന് 27-ാം തീയതി നവംബറാണ്. നിങ്ങൾ ഓർത്ത് വെച്ച അവസാനം ആരും കേട്ടില്ല എന്ന് പറയും. നമ്മുടെ സർവൈവൽ സീരീസ് തുടങ്ങിയത് 27 നവംബർ. ഓക്കെ, നമുക്കില്ലേ ഈ ഒരു ഏരിയൻ്റെ ഇവിടെ തന്നെ വീട് വെച്ചാലോടാ, ഈ ഒരു ഐലൻഡിനുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ ഒരു ഐലൻഡ് നമുക്കിങ്ങനെ തോണ്ടിയെടുക്കാം, അതായിരിക്കും പിന്നെ നല്ലത്. ഓക്കെ, അത് തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ വേറെ വുഡൊന്നുമില്ല. ഞാൻ പോയി കളക്ട് ചെയ്ത് കുറച്ച് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങളതിനെ കാണിക്കാം. നമ്മളിവിടെ നിന്ന് കുറച്ച് മരം എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പാത്രം ഇലയോ ഡെക്കറേറ്റ് ചെയ്യാം വേണമെങ്കിൽ. നിലത്തേക്ക് ഇടാൻ പറ്റുമോ? നമുക്ക് പറ്റും.
ഓക്കെ, അപ്പം ഡെക്കറേറ്റ് ചെയ്യാൻ കാണായി. എന്തായാലും വൈറ്റ് വിട്ട് വേണ്ട, ഇത് വൈറ്റ് ഉണ്ട് ബേസി. ഓ ഓക്കെ, ആൻഡ് നമുക്ക് നേരെ അതിൻ്റെ മണ്ടയ്ക്ക് വീടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ. ഇവിടെ ഒരു പാലം വേണം. അങ്ങനെ 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 കുറച്ച് പരിപാടി കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക്. ഈ ഒരു ഐലൻഡ് ഇനി എൻ്റെ സ്വന്തം. ആ ഒരു ഐലൻഡ്, അതിൻ്റെ അപ്പുറത്തെ ഐലൻഡ്, അവിടെ ഇവിടെ എല്ലാ ഐലൻഡും എൻ്റെ. അയ്യോ, രാത്രിയാകാനായി. നമുക്കപ്പോഴത്തേക്കും നമ്മുടെ ബേസിൻ്റെ പണി തുടങ്ങാം. ഇത് വേണം. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കിടക്കാം. ഇത് ഫയർഫ്ലൈസ് മിന്നാമിനിങ് ആണെന്ന് തോന്നുന്നു. രാവിലെയോ? പോട്ടെ പോട്ടെ, പിടിക്കാൻ പറ്റുമോ നോക്കീനെ? തിളങ്ങുന്നേ ഇത് എന്തൊക്കെയോ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള സാധനങ്ങളാണ്. നമുക്കൊന്ന് അറിഞ്ഞൂടാ. നമുക്കില്ല ഇവിടെ ഒരു എവിടെയാണ് ഞാനൊരു മൈനിങ് ഏരിയ പോലെ സംഭവം സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ബേസിൻ്റെ ബാക്കിൽ ഇങ്ങോട്ടേക്ക് അങ്ങ് സെറ്റ് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അത് സെറ്റായിരിക്കും. അതായത് ഇങ്ങോട്ടേക്ക് സ്റ്റെപ്പ് വരും കേട്ടോ. അതങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് സംഭവങ്ങളെല്ലാം മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇപ്പം തന്നെ ഒരു കുഞ്ഞ് മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം. കാരണം നമുക്കില്ല. അയ്യോ സാൻ്റെ അല്ല ആണെങ്കിൽ അങ്ങനെ കാര്യം മറന്നുപോയി. ഞാൻ ഇതൊക്കെയൊന്ന് ക്ലീനപ്പ് ചെയ്ത് കുറച്ച് സ്റ്റോൺ കാണട്ടെ. അപ്പോൾ ഇതവിടെ മറ്റേ ടൈപ്പ് സ്റ്റോൺ ആണല്ലോ, മറ്റേ സാൻഡ് സ്റ്റോണില്ലേ, അതുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലീനപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റിക്കും പിക്കാക്സും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. സ്റ്റിക്ക് റെഡി. ഇനി നമ്മുടെ പിക്കാക്സ്, ഐ മീൻ പിക്കാസേ. ഓക്കെ, ഒരു പിക്കാക്സ്. ഓക്കെ, ഇനി പീസ് ഉണ്ടാക്കിയോ ഞാൻ? പിക്കാക്സ് അത് ഉണ്ടാക്കിയില്ലേ? എടാ മണ്ടാ, പിക്കാക്സ് ഉണ്ടാക്കണം അതന്നെ. ഇനി നമുക്കൊരു ഷവലും കൂടി അങ്ങ് ഉണ്ടാക്കി വെച്ചോ കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി പണി. നമുക്ക് അങ്ങനെ കല്ല് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കുറച്ച് മൈൻ ചെയ്ത് വന്നപ്പോൾ തന്നെ നമുക്ക് കല്ല് കിട്ടി. എത്ര 3 4 കല്ല് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒരു ഇത് വേണം, ഒരു ഷവലുണ്ടാക്കണം. പിന്നെ എന്തായിരുന്നു? പിന്നെ വിക്കാക്സ് ഉണ്ടാക്കണം. അതന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ഇത് ഒരെണ്ണം പിന്നെ ഇതെടുത്ത് വെച്ചിട്ട് അങ്ങനെ. അയ്യോ ഇത് വേണം വെച്ചാനേ. ഇത് ഇവിടുന്ന് ഇങ്ങനെ സെറ്റ്. ഒരു വിക്കാക്സും റെഡി. ഓക്കെ, ആൻഡ് ഈ ഷവല് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തേടി നമുക്ക് ഇവിടെ ഫുള്ള് സെറ്റാക്കണം. ഷവലിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വിക്കാക്സ് ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്യണം. ഞാനിത് ഫുള്ള് കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ബോറാവും. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം തീർത്തിട്ട് ഷട്ട് ചെയ്യുന്ന വരാം. ഓക്കെ, നമ്മുടെ പണി ഫുള്ള് നമ്മൾ തീർത്തിട്ടുണ്ട്. നമ്മുടെ ഡേ 2 കൂടി ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇവിടെ ഫുള്ള് പരത്തിയിട്ടുണ്ട്. ആൻഡ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ ക്ലിയർ ചെയ്ത ഏരിയ പേപ്പറിലൊക്കെ ഞാനൊന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ ഇവിടെ ആയിട്ട് ഒരു കില്ലാടി വീട് പണിയുന്നതായിരിക്കും. അപ്പോൾ സ്റ്റുഡിയോ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 600 ആണ്. നമുക്ക് ഈ വെറും 50 സബ് കൂടി മതി. നമ്മളിപ്പോൾ 48ആണ്. 50 അല്ല, നമുക്ക് എത്രയാണ് വേണ്ടത്? അപ്പോൾ 48 എത്ര വേണം അത് എനിക്കൊന്നും വയ്യ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ബൈ ബൈ.